യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ UPI സിസ്റ്റത്തിൽ നിയന്ത്രണങ്ങൾ വരുന്നു. UPI ഇടപാടുകളിൽ ഓഗസ്റ്റ് 1 മുതൽ ചില നിയന്ത്രണങ്ങൾ വരുമെന്ന് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് അറിയിച്ചത്. സിസ്റ്റം ഓവർലോഡ് കുറയ്ക്കുന്നതിനും തകരാറുകൾ പരിഹരിക്കുന്നതിനുമാണ് പുതിയ നിയന്ത്രണം. ജൂലൈ 31-നകം ഉപഭോക്താക്കളും പേയ്മെൻറ്റ് സേവന ദാതാക്കളും UPI നെറ്റ്വർക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന 10 പ്രധാന ഫീച്ചറുകളുടെ ഉപയോഗം മിതപ്പെടുത്താനും നിയന്ത്രിക്കാനുമാണ് NPCI ബാങ്കുകൾക്കും പേയ്മെൻറ്റ് സേവനദാതാക്കൾക്കും നിർദ്ദേശം നൽകിയത്. ബാലൻസ് അന്വേഷണങ്ങൾ, ഇടപാട് സ്റ്റാറ്റസ് പരിശോധനകൾ, ഓട്ടോ പേ മാൻഡേറ്റുകൾ തുടങ്ങിയ ആവശ്യങ്ങളിലാണ് നിയന്ത്രണം. ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് കൂടുതൽ സ്ഥിരതയുള്ളതും കാര്യക്ഷമവുമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് അനുഭവം സാധിക്കുമെന്നാണ് NPCI വ്യക്തമാക്കുന്നത്. അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിനുള്ള ബാലൻസ് എൻക്വയറിയിൽ ഒരു ആപ്പിൽ ഒരു ഉപഭോക്താവിന് 50 തവണയായി പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി പേടിഎമ്മും ഫോൺപേയും ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ആപ്പിലും 24 മണിക്കൂറിനുള്ളിൽ 50 തവണ വീതം മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ. വ്യാപാരികളെയും ഇടയ്ക്കിടെ ബാലൻസ് പരിശോധിക്കുന്നവരെയുമായിരിക്കും ഇത് ബാധിക്കുക. പണം ഞങ്ങൾ തരും. തിരക്കേറിയ സമയങ്ങളിൽ ബാലൻസ് എൻക്വയറികൾ പരിമിതപ്പെടുത്താനും ചില സമയങ്ങളിൽ നിർത്തിവെക്കാനും UPI ആപ്പുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഇടപാടിനും ശേഷം ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് അറിയിപ്പായി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. കൂടാതെ ഓട്ടോ പേ മാൻഡേറ്റുകൾക്ക് സമയപരിധി ഉണ്ടാകും. UPIയിലെ ഓട്ടോ പേ മാൻഡേറ്റുകൾ അഥവാ SIP, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ പോലുള്ളവയാണ്. തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രമേ ഇനി പ്രവർത്തിക്കൂ. അതായത് രാവിലെ 10 മുതൽ 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9:30 വരെയുമാണ് തിരക്കുള്ള സമയമായി കണക്കാക്കിയിരിക്കുന്നത്. ഒരു മാൻഡേറ്റിന് പരമാവധി 3 ശ്രമം മാത്രമേ അനുവദിക്കൂ. തിരക്കേറിയ സമയങ്ങളിലും ഓട്ടോ പേ മാൻഡേറ്റുകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിലും അവ പ്രാബല്യത്തിൽ വരുന്നത് തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രമായിരിക്കും. ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും ഇനി മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇടപാട് അംഗീകരിച്ച് കുറഞ്ഞത് 90 സെക്കൻഡിന് ശേഷമേ ആദ്യത്തെ പരിശോധന നടത്താൻ പാടുള്ളൂ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2 മണിക്കൂറിനുള്ളിൽ പരമാവധി 3 തവണ മാത്രമേ ഇവ പരിശോധിക്കാൻ പാടുള്ളൂ. ചില പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ അത്തരം ഇടപാടുകൾ പരാജയപ്പെട്ടതായി കണക്കാക്കുകയും വീണ്ടും ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നിർത്തുകയും ചെയ്യും. കൂടാതെ UPIയിൽ ഒരു ഉപയോക്താവിന് അവരുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സേവനമാണ് അക്കൗണ്ട് ലിസ്റ്റ് റിക്വസ്റ്റ്. നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഇനി ഉപഭോക്താവിന് 24 മണിക്കൂറിനുള്ളിൽ ഒരു UPI ആപ്പിൽ പരമാവധി 25 തവണ മാത്രമേ ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്താൻ കഴിയൂ. ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2025 ഓഗസ്റ്റ് 30-നകം PSP ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും NPSI അറിയിച്ചു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പിഴവ് സംഭവിച്ചാൽ പിഴകൾ, പുതിയ ഉപഭോക്തൃ ഓൺലൈൻ ബോർഡിംഗ്, താൽക്കാലികമായി നിർത്തിവെക്കൽ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾക്ക് നേരിടേണ്ടി വരും. ഈ മാറ്റങ്ങളിലൂടെ UPI സിസ്റ്റത്തിൻ്റെ സ്ഥിരത, വേഗത, വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്.